നമസ്തേ. ഞാൻ ഡോക്ടർ ടി എൻ സുധാകരൻ നായർ, പ്രണവം ഹോസ്പിറ്റൽ. ഞാൻ സ്ഥിരമായി എൻ്റെ യൂട്യൂബ് ചാനലിൽ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളെ അധികരിച്ച് ചെറിയ ചെറിയ ലേഖനങ്ങൾ പോലെ ചെറിയ ചെറിയ സംഭാഷണങ്ങൾ, ചെറിയ ചെറിയ പ്രഭാഷണങ്ങൾ നടത്താറുണ്ട്. സാധാരണക്കാർക്കും എൻ്റെ പേഷ്യൻസിനും പാരാമെഡിക്കൽ സ്റ്റുഡൻസിനും ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ താല്പര്യമുള്ള ആളുകൾക്കും വേണ്ടിയാണ് ഞാനിത്. മലയാള ഭാഷയിൽ സാങ്കേതിക പദങ്ങൾ കഴിവതും ഒഴിവാക്കി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ ടോപ്പിക്സ് വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. മിക്കവാറുമുള്ള എല്ലാ രോഗങ്ങളും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇടാൻ പോണത് മൈസ്തീനിയ ഗ്രാവിസ്. നമ്മൾ കേട്ടിട്ടുണ്ട്, മൈസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്ന ഒരു മസിൽ വീക്ക്നെസ് വരുന്ന ഒരു രോഗത്തെക്കുറിച്ച്. ഇതെൻ്റെ 336ാമത്തെ വീഡിയോ ആണ്. പുതിയതായിട്ട് കാണുന്ന ആളുകൾ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബിൻ്റെ അടുത്ത് ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അത് അമർത്തി നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക. സ്ഥിരം കാണുന്ന ആളുകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. മൈസ്തീനിയ ഗ്രാവിസ്. മൈസ്തീനിയ എന്ന് പറഞ്ഞാൽ മസിൽ വീക്ക്നെസ് ആണ്. ഗ്രാവിസ് എന്ന് വെച്ചാൽ സീരിയസ് ആണ്. ഗ്രാവിസ്, ദ ഗ്രാവിറ്റി ഓഫ് ദ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഗ്രാവിസ്. അപ്പോൾ അത് ഒരു പ്രത്യേക തരത്തിലുള്ള സുഖേടാണ്. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഈസി ഫെറ്റീഗബിലിറ്റി. അതായത് നമ്മൾ ആദ്യം റെസ്റ്റ് എടുക്കുമ്പോഴൊന്നും കുഴപ്പമില്ല, എന്തെങ്കിലും ചെറുതായിട്ട് ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിപ്പറ്റീറ്റീവ് ആയിട്ട് ഒരേ പോലെ തന്നെ കൂടുതൽ പ്രാവശ്യം ചെയ്യുമ്പോൾ അതിഭയങ്കരമായ മസിൽ വീക്ക്നെസ് വരും. അത് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് മാറും. അപ്പോൾ ഈസി ഫെറ്റീഗബിലിറ്റി എന്ന് വെച്ചാൽ ഭയങ്കര പെട്ടെന്ന് തന്നെ ക്ഷീണിക്കും. നമ്മുടെ സ്കെലിറ്റൽ മസിൽസ് എന്ന് വെച്ചാൽ വോളണ്ടറി മസിൽസ്, പിന്നെ ക്രേനിയൽ നെർവ്സ് സപ്ലൈ ചെയ്യുന്ന മസിൽസ്, കണ്ണിൻ്റെ മസിൽസ്, ഫേസിലെ മസിൽസൊക്കെ, പിന്നെ ക്രേനിയൽ നെർവ് സപ്ലൈ ചെയ്യുന്ന മസിൽസും കൈകാലുകളുടെ മസിലുമാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. കോളിനർജിക് ഡ്രഗ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിയോസ്റ്റിക്പിൻ, പോസ്റ്റിക്പിൻ എന്നൊക്കെ പറഞ്ഞ് മരുന്ന് കൊടുത്താൽ അത് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും. അതാണ് മൈസ്തീനിയ ഗ്രാവിസിൻ്റെ പ്രത്യേകത. അപ്പം മൈസ്തീനിയ ഗ്രാവിസ് എന്ന് പറഞ്ഞാൽ മസിൽ വീക്ക്നെസ് ആണ്. ചെറുതായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ അത്ര വീക്ക്നെസ് കാണത്തില്ല. റിപ്പറ്റീറ്റീവ് ആയിട്ട് ഒരേ ജോലി തന്നെ കൂടുതൽ പ്രാവശ്യം ചെയ്യുകയും കൂടുതൽ നേരം ജോലി ചെയ്യിപ്പിക്കുമ്പോൾ അതിഭയങ്കരമായി ക്ഷീണം വരികയും ജോലി തുടരാൻ പറ്റാത്തൊരവസ്ഥ വരും. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്താൽ അത് മാറും. അതാണ് മൈസ്തീനിയ ഗ്രാവിസിൻ്റെ പ്രശ്നം. ഇനി എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവണമെന്ന് നോക്കാം. അതായത് നമ്മളെ ഈ മസിൽ, നമ്മൾ വോളണ്ടറി മസിൽ അല്ലെങ്കിൽ സ്കെലിറ്റൽ മസിൽ എന്ന് പറയുന്നത് വോളണ്ടറി എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മൂവ് ചെയ്യുന്ന, അനക്കാൻ പറ്റുന്നതാണ് വോളണ്ടറി. ഉദാഹരണം, എൻ്റെ കൈ പൊക്കണമെന്ന് ഞാൻ വിചാരിച്ചാൽ കൈ പൊക്കാം, കാല് മടക്കണമെന്ന് വിചാരിച്ചാൽ നടക്കാം, ഓടണമെന്ന് വിചാരിച്ചാൽ ഓടാം. അപ്പോൾ നമ്മളെ വിൽ, അപ്പോൾ ബ്രെയിനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ബ്രെയിൻ അതിൽ നിന്ന് ആ മസിൽസിൻ്റെ ഇമ്പൾസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യണം. ഇൻഫർമേഷൻ കൊടുക്കുന്നത് നെർവ്സ് വഴിയാണ്. അപ്പോൾ ഈ നെർവ്സ് മസിൽ ചേരുന്നതിന് മുമ്പ് അതിൻ്റെ സൈനാപ്സ് ഉണ്ട്. ആ സൈനാപ്സിനകത്ത് ഈ നെർവിൽ നിന്ന് മസിലോട്ട് പോകുന്ന കെമിക്കൽ ട്രാൻസ്മിഷനാണ്. ആ കെമിക്കൽ ട്രാൻസ്മിറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന അസറ്റൈക്കോളിൻ എന്ന് പറയുന്ന ഒരു മരുന്നാണ്, ഒരു കെമിക്കൽ സബ്സ്റ്റൻസാണ്. അപ്പം ആ ന്യൂറോമസ്കുലർ ജംഗ്ഷനകത്ത് ഈ അസറ്റൈക്കോളിൻ റിലീസ് ചെയ്യണം. എന്നിട്ട് ഈ മസിൽ ഫൈബേഴ്സിനകത്ത്, മസിലിൻ്റെ മെമ്പറിനകത്ത് അസറ്റൈക്കോളിൻ്റെ റിസീവ് ചെയ്യാനുള്ള റിസപ്റ്ററുണ്ട്, അസറ്റൈക്കോളിൻ റിസപ്റ്റേഴ്സ്. അപ്പോൾ ഈ അസറ്റൈക്കോളിൻ, ഈ സൈനാപ്സിലുണ്ടാകുന്ന അസറ്റൈക്കോളിൻ ഈ അസറ്റൈക്കോളിൻ റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്താൽ മാത്രമേ ഈ ഇൻഫർമേഷൻ മസിൽസിലോട്ട് കിട്ടത്തുള്ളൂ. എന്നാലേ മസിൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കത്തുള്ളൂ. നമ്മുടെ ശരീരത്തിൽ ആട്ടോ ആൻറ്റിബോഡീസ്, നമ്മുടെ ശരീരത്തിനെതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് ഉണ്ടാവുകയും അത് ഈ അസറ്റൈക്കോളിൻ റിസപ്റ്റേഴ്സിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അസറ്റൈക്കോളിന് മസിൽസിലോട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് യഥാർത്ഥമായ പ്രശ്നം. ഞാൻ പറഞ്ഞ് മനസ്സിലായി കാണുന്നത്. അതായത് ഞരമ്പിൽ നിന്ന് നമ്മളെ ബ്രെയിനാണ് തീരുമാനിക്കുന്നത്. ഞാൻ ഓടണോ, ചാടണോ, അനങ്ങണോ, കാൽ നീട്ടണോ, മടക്കണോ എന്നൊക്കെ ബ്രെയിനാണ് തീരുമാനിക്കുന്നത്. ആ ബ്രെയിൻ, നമ്മുടെ വിൽ. അത് കഴിഞ്ഞ് നമ്മൾ ആ നെർവ്സ് വഴി, ആ നെർവ്സ് ആ മസിലിലോട്ട് സപ്ലൈ ചെയ്യുന്ന ആ നെർവ്സ് വഴി ഇമ്പൾസസ് അല്ലെങ്കിൽ അതിൻ്റെ പറ്റിയ സന്ദേശം കൊടുക്കുമ്പോൾ ആ സന്ദേശം നെർവിൽ നിന്ന് മസിലിലോട്ട് ചെല്ലുന്നത് കെമിക്കൽ ട്രാൻസ്മിഷൻ വഴിയാണ്. അപ്പോൾ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട്, അത് അസറ്റൈക്കോളിനാണ്. അത് ഈ നെർവിൻ്റെ സൈനാപ്സിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ നെർവ് മസിൽസോട്ട് ആക്ട് ചെയ്യണമെങ്കിൽ, ഈ അസറ്റൈക്കോളിൻ ആക്ട് ചെയ്യണമെങ്കിൽ അസറ്റൈക്കോളിൻ്റെ മസിൽ മെമ്പറൈനകത്ത്, സെൽ മെമ്പറൈനകത്ത് അസറ്റൈക്കോളിൻ റിസപ്റ്റേഴ്സ് ഉണ്ട്. ആ അസറ്റൈക്കോളിൻ റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോഴാണ് മസിൽസിന് ആക്ഷൻ ചെയ്യാൻ പറ്റുന്നത്.
ഈ ഇൻഫർമേഷൻ ബ്രെയിനിൽ നിന്നുള്ള ഇൻഫർമേഷൻ എത്തുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്ന ആട്ടോ ആൻറ്റിബോഡീസ്, അസറ്റൈക്കോളിൻ റിസപ്റ്റേഴ്സിന് എതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് ശരീരത്തിൽ ഉണ്ടാവുകയും അസറ്റൈക്കോളിൻ റിസപ്റ്റേഴ്സിനെ നശിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് കംപ്ലീറ്റ് നശിപ്പിക്കത്തില്ല, ഒരു 1/3 നശിക്കും. അപ്പോഴാണ് ഈ സിംറ്റംസ് വരുന്നത്, അപ്പോഴാണ് ഈ വീക്ക്. അതാണ് തുടക്കത്തിൽ വീക്ക്നെസ് കാണത്തില്ല, കുറച്ചങ്ങോട്ട് പോകുമ്പോൾ വീക്ക്നെസ് വരുന്നതിൻ്റെ കാരണം അതാണ്. ആട്ടോ ഇമ്മ്യൂൺ മെക്കാനിസം കൊണ്ടാണ് അത് ബ്ലോക്ക് ചെയ്യും. ഇനി അടുത്തത്, അപ്പോൾ 1/3 ഓഫ് ദ റിസപ്റ്റേഴ്സ് ആണ് ഈ സാധാരണ അതിൽ നശിക്കുമ്പോഴാണ് ഈ സിംറ്റംസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പേഷ്യൻസിനെല്ലാം 85% പേഷ്യൻസിനും നമുക്ക് തൈമസ് എന്ന് പറഞ്ഞൊരു ഗ്ലാൻഡ് ഉണ്ട്. അത് ഈ ഇമ്മ്യൂൺ മെക്കാനിസത്തിന് വേണ്ടിയുള്ളൊരു ഗ്ലാൻഡാണ്. അത് സാധാരണ തൈറോയിഡിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. ചിലപ്പോൾ ചെസ്റ്റിൻ്റെ ഏറ്റവും മുകളിൽ, കഴുത്തിൻ്റെ ഏറ്റവും താഴ്വശത്തും നെഞ്ചിൻ്റെ ഏറ്റവും മുകളിലുമാണ് ഇരിക്കുന്നത്. അത് കൊച്ചു കുട്ടികൾക്ക് നമ്മൾ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ തൈമസ് വളരെ വലുതായിട്ട് കാണാം. എന്നാൽ പ്രായമാകും തോറും തൈമസ് ചെറുതായി അങ്ങ് അട്രോഫി അടിച്ച് പോകും. അപ്പോൾ ഈ തൈമസ് ഗ്ലാൻഡിൻ്റെ ജോലിയാണ് ഈ ആൻറ്റിബോഡീസൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഈ മൈസ്തീനിയ ഗ്രാവിസ് വരുന്ന 85% ആളുകൾക്കും ഈ അവരുടെ തൈമസ് വീർത്തിരിക്കും, ഹൈപ്പർപ്ലേസിയാണ്. 15% ആളുകൾക്ക് തൈമസിനകത്ത് എന്തെങ്കിലും ട്യൂമർ കാണും, തൈമോമ എന്ന് പറയുന്ന ട്യൂമർ കാണും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ തൈമസിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഈ മൈസ്തീനിയ ഗ്രാവിസ് ഉണ്ടാകുന്നത്, ചുരുക്കത്തിൽ പറഞ്ഞു. അപ്പം തൈമസിൽ നിന്നാണ് ആട്ടോ ആൻറ്റിബോഡീസ് ഉണ്ടാകുന്നത്. ആ ആട്ടോ ആൻറ്റിബോഡീസിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് ഈ അസറ്റൈക്കോളിൻ റിസപ്റ്റേഴ്സ് നശിച്ചു പോകുന്നത്. ഇനി അതിന് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. 4 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഗ്രൂപ്പ് 1 എന്ന് പറഞ്ഞാൽ കണ്ണിനെ മാത്രം ബാധിക്കും, ഓക്കുലാർ മൈസ്തീനിയ, കണ്ണിനെ മാത്രമേ ബാധിക്കൂ, 20%. പിന്നെ ജനറലൈസ്ഡ് മൈസ്തീനിയ, ശരീരം ആകെ ബാധിക്കും, അത് 60%. പിന്നെ അക്യൂട്ട് ഫൾമിനൻ്റ് മൈസ്തീനിയ, അതായത് പെട്ടെന്നുണ്ടാകുന്ന മൈസ്തീനിയ, റെസ്പിറേറ്ററി മസിൽസ്, അതായത് ശ്വാസം എടുക്കുകയും ശ്വാസം വിടുകയും ചെയ്യുന്ന ആ മസിൽസിനെ ബാധിക്കുന്നതാണ് അക്യൂട്ട് ഫൾമിനൻ്റ് മൈസ്തീനിയ വിത്ത് ഇൻവോൾവ്മെൻറ്റ് ഓഫ് റെസ്പിറേറ്ററി മസിൽ. അത് 3. 4 ലേറ്റ് സിവിയർ മൈസ്തീനിയ, അതായത് മൈസ്തീനിയ ഗ്രാവിസ് വന്ന് 2 കൊല്ലമൊക്കെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് കയറി സിവിയറാകും. അത് ഈ 1-2 വഴി, ചിലപ്പോൾ ഓക്കുലാർ മൈസ്തീനിയ ആയാലും ഈ ജനറലൈസ്ഡ് മൈസ്തീനിയ ആയാലും സാധാരണ മൈൽഡായിട്ടിരിക്കും, 2 കൊല്ലമൊക്കെ കഴിയുമ്പോൾ അത് പെട്ടെന്ന് കയറി അക്യൂട്ട് ആയിട്ട് കൂടുന്നതാണ് 4. ഇനി അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണ പ്രായം ഒരു 20-നും 30-നും വയസ്സിടയ്ക്ക് പ്രായമുള്ള ആളുകൾക്കാണ് വരുന്നത്. 20-30 വയസ്സിന് ഇടയ്ക്ക് പ്രായമുള്ളത്. കൂടുതൽ സ്ത്രീകൾക്കാണ് വരുന്നത്. നമ്മളൊരു പ്രശസ്തനായ ഒരു സിനിമ നടന്ന മൈസ്തീനിയ ഗ്രാവിസ് ഉണ്ട്, ആരാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ഫേമസ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു നടനെ മൈസ്തീനിയ. പക്ഷേ മൈസ്തീനിയ ഗ്രാവിസ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കും, മരുന്ന് കഴിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന് അഭിനയത്തിനും ജീവിതത്തിനും ഒരു തടസ്സവും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ആളിൻ്റെ പേര് പറയുന്നത് ശരിയല്ല പറയുന്നത്. പിന്നെ 10% ആളുകൾക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് റിമിഷൻ ഉണ്ടാവും, എന്ന് വെച്ചാൽ തന്നെത്താൻ തന്നെ അങ്ങ് മാറും. ഇനി ചില പേഷ്യൻറ്റിന് ഈ മസിൽ വീക്ക്നെസ് ചുമ്മാ ഇരിക്കുമ്പോൾ കാണത്തില്ല, റെസ്റ്റ് ചെയ്യുമ്പോൾ കാണത്തില്ല. അപ്പോൾ പേഷ്യൻറ്റ് ചുമ്മാ ഇരുന്ന അയാൾക്കൊരു അസുഖമില്ല. പിന്നെ എക്സർസൈസ് ചെയ്യുകയോ നടക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആദ്യത്തെ കുറച്ച് സമയത്തേക്കും കാണത്തില്ല. അപ്പോൾ നടക്കുക എന്ന് റിപ്പീറ്റഡ് ആണല്ലേ, കാലങ്ങോട്ട് എടുത്ത് വയ്ക്കുക, വീണ്ടും എടുത്ത് വയ്ക്കുക, അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ, ഓടുക, നടക്കുക, ചാടുക, അങ്ങനെയൊക്കെയുള്ള റിപ്പീറ്റഡ് മൂവ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഫെറ്റീഗ് ഭയങ്കരമായിട്ട് തളർന്നു. ആ സ്കെലിറ്റൽ മസിൽസ് അങ്ങ് പരാലിസ് പോലെ ആയിപ്പോൾ ഒട്ടും അങ്ങോട്ട് കാലെടുത്ത് വയ്ക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. അപ്പോൾ അവർ കുറച്ച് നേരം റെസ്റ്റ് എടുത്താൽ വീണ്ടും കുറച്ച് നേരം കൂടെ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇനി മോർണിംഗിലാണെങ്കിൽ ഇത് കുറവായിരിക്കും, ഈവനിങ്ങിലാണ് കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ ഈ കണ്ണിന് അവരുടെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് ഈ നടക്കുമ്പോഴും എക്സർസൈസ് ചെയ്യുമ്പോൾ മാത്രമല്ല, ഈ മസിൽ വീക്ക്നെസ് കൊണ്ട് വേറെ ചില കുഴപ്പങ്ങൾ. ഒന്ന് ഡിപ്ലോപ്പിയ വെച്ചാൽ ഡബിൾ വിഷൻ, നമ്മൾ നോക്കുമ്പോൾ ഒരെണ്ണത്തിൽ 2ആയിട്ട് കാണും. പിന്നെ ടോസിസ് എന്ന് പറഞ്ഞാൽ ഈ മുകളിലത്തെ പോള താഴോട്ടായി പോകും, ഉറക്കം പോലെ ആയിപ്പോൾ. നമ്മൾ ഉറങ്ങുമ്പോഴേ കണ്ണടയ്ക്കും പോലെ അങ്ങ് താഴോട്ടായി. അതുപോലെ ഡിസ്ഫേജിയ, മിഴുങ്ങാൻ പ്രയാസം കാണും. പിന്നെ ഡിസ്റ്റോണിയ, സംസാരത്തിൽ വ്യത്യാസം കാണും. ഇതെല്ലാം ക്രേനിയൽ നെർവ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൊണ്ടുവരുന്നതാണ്. ക്രേനിയൽ നെർവ്സിന് ഇൻവോൾവ്മെൻറ്റാണ്. 3 ഓക്രോമോട്ടോർ നെർവിൻ്റെ കുഴപ്പമുണ്ടെന്ന് പറയുന്നത്. പക്ഷേ സെൻസറി സിംറ്റംസ് ഒന്നും കാണുന്നത് തൊടുമ്പോഴൊക്കെ അറിയാം. മസിലിലെ തൊടുക, കാലിലെ തൊടുക, ആ സെൻസേഷൻ ഒന്നും യാതൊന്നും ബാധിക്കത്തില്ല.
അതുപോലെ വേസ്റ്റിങ് കാണത്തില്ല. പോളിയോയിലൊക്കെ ആണെങ്കിൽ പാരാലിസിസ് വന്നിട്ട് വേസ്റ്റിങ് വരും. ഇത് വേസ്റ്റിംഗ് ഒന്നും വരത്തില്ല, കാരണം ഇത് ചുമ്മാ ഇരിക്കുമ്പോൾ അത് നോർമലാകുമല്ലോ. അതുപോലെ ഫെസിക്കുലേഷൻസ്, അതായത് ഇതിന് ട്വിച്ചിങ്, മസ്കുലാർ ട്വിച്ചിങ് പോലെയൊന്നും വരത്തില്ല. ഇനി ഇനിഷ്യൽ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഡിപ്ലോപ്പിയാണ്. ഡിപ്ലോപ്പി എന്ന് വെച്ചാൽ രണ്ടായിട്ട് കാണുന്നതെന്ന് പറയുന്നു. സംസാരത്തിൽ വ്യത്യാസം വരുന്നുണ്ട്, വോയിസ് വളരെ വീക്കായിട്ട്. അതുപോലെ ഈ ചവയ്ക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. നമ്മൾ ഒരേപോലെ ഒരു കാര്യം തന്നെ ഒരുപാട് ചവയ്ക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിപ്പീറ്റഡ് മൂവ്മെൻ്റ് ആണല്ലോ. അപ്പോൾ ആ റിപ്പീറ്റഡ് മൂവ്മെൻറ്റ്സിനെ ബാധിക്കും. ഈവനിങ്ങിലാവുമ്പം ഫെറ്റീഗ്, തളർച്ച കൂടും. പിന്നെ ചില ആളുകൾക്കാണെങ്കിൽ സബ്അക്യൂട്ട് ഓൺസെറ്റാണ്, പെട്ടെന്നല്ല വരുന്നത്, പതുക്കെ വരുന്നത്. അത് അവർക്ക് ട്രിഗറിങ് ഫാക്ടറിയാണ്. ഉദാഹരണം എന്തെങ്കിലും ഇൻഫെക്ഷൻ വരിക, അല്ലെങ്കിൽ വൈകാരികമായ ഇമോഷൻസ് വരിക, ഉറക്കക്കുറവ് വരിക, പിന്നെ ചിലർക്ക് ആർത്തവ സമയത്ത് ഒക്കെ പെട്ടെന്ന് കയറി കൂടും. പിന്നീട് ചില മരുന്നുകൾ കഴിച്ചാൽ ഇത് കൂടും. ഉദാഹരണം ഓറൽ പിൽസ്, ആൻറ്റി എപ്പിലെപ്സി ജന്നിക്ക് കൊടുക്കുന്ന മരുന്നുകൾ, ഈ നോവാൽജിൻ, അനാൽജിൻ പോലത്തെ മരുന്നുകൾ, പ്രൊപ്രാനലോ നമ്മൾ പ്രഷറിനെ കൊടുക്കുന്ന നെഞ്ചിരിപ്പ് കുറയാനുള്ള മരുന്നുകൾ, ക്ലോറോക്കിൻ ടാബ്ലറ്റ്, മലേറിയ, അങ്ങനെയുള്ള കുറേ മരുന്നുകളുണ്ട്. ചില മരുന്നുകൾ കഴിച്ചാലും ഇത് പെട്ടെന്ന് കയറി കൂടും. അപ്പോൾ ഇതൊക്കെയാണ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ മസിൽ വീക്ക്നെസ്സാണ് പെയിനായിട്ടുള്ളത്. ആദ്യ ഇനീഷ്യൽ മൂവ്മെൻറ്റിൽ നിന്ന് തടസ്സമില്ല. കുറേ നേരം ഒരേ കാര്യം തന്നെ കുറച്ച് നേരം ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. ഭയങ്കരമായ മസിൽ വീക്ക്നെസ്, തളർച്ചയും ഫെറ്റീഗും വരും. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമ്പോൾ അത് മാറും. പിന്നെ ചിലർക്ക് ആദ്യമേ ഡിപ്ലോപ്പി, അത് ഡബിൾ വിഷം വരും, സംസാരിക്കാൻ പ്രയാസം വരും, മിഴുങ്ങാൻ പ്രയാസം വരും, കയ്യിലും കാലിലുള്ള മസിൽസിന് കുഴപ്പം വരും. ചിലർക്ക് റെസ്പിറേറ്ററി മസിൽസ് ക്യൂട്ട് ചെയ്യാനൊക്കെ വന്നാൽ വളരെ ശ്രദ്ധിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത്? ടെൻസിലോൺ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റുണ്ട്. ടെൻസിലോൺ എന്ന് പറയുന്നത് ഇഡ്രോഫോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു ആൻറ്റികോളിനെസ്റ്റേസ് ഡ്രഗ്, ഒരു ഡ്രഗാണ്, ഒരു മരുന്നാണ്. അത് ഒരു 2 മില്ലിഗ്രാം IV കൊടുക്കണം. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി 2 മില്ലിഗ്രാം കൊടുക്കണം. അത് കഴിഞ്ഞ് 8 മില്ലിഗ്രാം സ്റ്റെറോയിഡ് കൊടുത്താൽ പിന്നീട് പെട്ടെന്ന് ഡ്രമാറ്റിക് ഇമ്പ്രൂവ്മെൻറ്റ് വരും. ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് ഈ അസുഖമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ ഈ ഇഞ്ചക്ഷൻ കൊടുത്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീഫ് വരും. അത് ഡയഗ്നോസ്റ്റിക്കാണ്. 2, നിയോസ്റ്റിക്പിൻ എന്ന് പറയുന്ന മരുന്ന്, അതും മരുന്നിൻ്റെ ട്രീറ്റ്മെൻറ്റാണ്. നിയോസ്റ്റിക്പിൻ എന്ന് പറയുന്ന മരുന്ന് ഇഞ്ചക്ഷൻ കൊടുക്കണം. 0.04 മില്ലിഗ്രാം പെർ കിലോഗ്രാം ബോഡി സബ്ക്യൂട്ടേനിയസ് ആയിട്ട് ഇഞ്ചക്ട് ചെയ്താൽ ഈ പേഷ്യൻറ്റ് ഭയങ്കരമായ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇത് കൊടുത്ത് മാറണമെങ്കിൽ അതിൻ്റെ അർത്ഥം അത് മൈസ്തീനിയ ഗ്രാവിസ് ആണ്. ഒരു പേഷ്യൻറ്റ് ഭയങ്കര മസിൽ വീക്ക്നെസ്, നടക്കാൻ പറ്റുന്ന വരികയും നമ്മൾ നിയോസ്റ്റിക്പിൻ കൊടുക്കുമ്പോൾ അത് മാറുകയും ചെയ്താൽ അത് മൈസ്തീനിയ ഗ്രാവിസ് ആണ്. പിന്നെ അസറ്റൈക്കോളിൻ റിസപ്റ്റർ ആൻറ്റിബോഡീസ്, ഞാൻ നേരത്തെ പറഞ്ഞ ഓട്ടോ ആൻറ്റിബോഡീസ്, അതായത് അസറ്റൈക്കോളിൻ റിസപ്റ്ററിനെതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് നമുക്ക് റേഡിയോ ഇമ്മ്യൂണോ അസേ ഉപയോഗിച്ച് ഡിറ്റക്റ്റ് ചെയ്യാം. അതിനുള്ള സൗകര്യം പല ലാബറട്ടറിയിലുമുണ്ട്. പിന്നെ ഈ റെപ്പറ്റേറ്റീവ് മൂവ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ, ഈ മസിൽ വീക്ക്നെസ് ചെയ്യുമ്പോൾ നമുക്ക് EMG എടുത്ത് നോക്കാം, ഇലക്ട്രോ മയോഗ്രാഫി. നമ്മൾ ECG EEG എന്നൊക്കെ പറയും പോലെ മസിൽസിൻ്റെ ഇത് അറിയാൻ വേണ്ടി ഇലക്ട്രോ മയോഗ്രാഫി. അപ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറയും. കാര്യം റിപ്പറ്റേറ്റീവ് മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിരിക്കും ആംപ്ലിറ്റ്യൂഡ്, അതായത് അതിൻ്റെ ആ കർവിൻ്റെ അത് കുറഞ്ഞു വരും. പിന്നെ തൈമസിന് വല്ല കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്കൊരു എക്സ്റേ എടുത്ത് നോക്കാം, ഒരു CT സ്കാൻ ചെയ്ത് നോക്കാം, ഒരു MRI എടുത്ത് നോക്കാം തൈമസിൻ്റെ പ്രശ്നമുണ്ടാകും. ഇനി ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞിരിക്കുക. 2 തരത്തിലുള്ള കോംപ്ലിക്കേഷനാണുള്ളത്. അത് മൈസ്തീനിയ ക്രൈസിസ്. മൈസ്തീനിയ ക്രൈസിസ് എന്ന് വെച്ചാൽ സിവിയർ പാരാലിസിസ്. നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് മസിൽസിന് പെട്ടെന്ന് അങ്ങ് തളർച്ച വരിക, പാരാലിസിസ് വരിക, അതാണ് മൈസ്തീനിയ ക്രൈസിസ്. അപ്പോൾ അത് മൈസ്തീനിയ ക്രൈസിസ് മാറാൻ 2 മില്ലിഗ്രാം ടെൻസിലോൺ, ഞാൻ നേരത്തെ ഇഡ്രോണിയം അത് ടെൻസിലോൺ പിന്നെ IV ആയിട്ട് കൊടുത്താൽ സഡൻ റെസ്പോൺസ് വരും. അങ്ങനെയാണെങ്കിൽ മൈസ്തീനിയ ക്രൈസിസിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അതുപോലെ കോളിനറി ക്രൈസിസ്, അതായത് നമ്മൾ ഈ നിയോസ്റ്റിക്മിൻ പോസ്റ്റിക്മിൻ എന്ന് പറഞ്ഞ മരുന്ന് സ്ഥിരമായിട്ട് കൊടുത്താൽ അതിൻ്റെ ഡോസ് കൂടിപ്പോയാൽ അതിൻ്റേതായ സൈഡ് ഇഫക്റ്റ് കൊണ്ട് വരുന്നതാണ് കോളിനറി ക്രൈസിസ്. അതായത് ഓവർ യൂസ് ഓഫ് ആൻറ്റികോളിനെസ്റ്റേസ് ഡ്രഗ്, നമ്മൾ കൊടുക്കുന്ന മരുന്നിൻ്റെ അളവ് കൂടിപ്പോയ ക്രൈസിസ്. ഇത് നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലോട്ട് കിടക്കാം. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കും 60 വയസ്സിന് താഴെയുള്ള ആളുകൾക്കും 2 തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്. ആദ്യം നമുക്ക് 60 വയസ്സിന് മുമ്പുള്ളത് നോക്കാം.
60 വയസ്സിന് മുമ്പാണെങ്കിൽ ഏറ്റവും എളുപ്പം സർജറിയാണ്. തൈമസ് ഗ്ലാൻഡ് ഉണ്ടെങ്കിൽ അതങ്ങ് എടുത്ത് കളയുക. തൈമക്ടമി ഇറക്കിയാണ് തൈമസ് ഗ്ലാൻഡ്. കാര്യം ആട്ടോ ആൻറ്റിബോഡീസ് ഉത്പാദിപ്പിക്കുന്ന തൈമസ് ഗ്ലാൻഡാണ്. പക്ഷേ അതിന് മുമ്പ് പ്രീ ട്രീറ്റ്മെൻറ്റ് വിത്ത് പ്ലാസ്മോഫെറസിസ് ഓർ ആൻറ്റി കോളിനേസ്റ്റേസ് ഡ്രഗ്സ് കൊടുക്കണം. തൈമസ് എടുത്ത് കളയുന്നതിന് മുമ്പ് ഈ ഡ്രഗ്സ് കൊടുക്കണം. പിന്നീട് ആഫ്റ്റർ സർജറി പ്രെഡ്നിസലോൺ സ്ഥിരമായിട്ട് കൊടുക്കണം. ഇതാണ് 60 വയസ്സിന് മുമ്പുള്ള ആളുകൾക്കുള്ള മരുന്ന്. ഇനി 60 വയസ്സിന് ശേഷമാണെങ്കിൽ നമുക്ക് തൈമസ് എടുത്ത് കളയാൻ പറ്റത്തില്ല. ആൻറ്റി കോളിനേസ്റ്റേസ് ഡ്രഗ്സ് വിത്ത് പ്രെഡ്നിസലോൺ കൊടുത്തുകൊണ്ടേയിരിക്കും. അതല്ലെങ്കിൽ ഇമ്മ്യൂണോ സപ്രസൻ, ഞാൻ ഇതിനെപ്പറ്റി പറയാം. ഇമ്മ്യൂണോ സപ്രസൻ ഡ്രഗ്സ് എന്ന് വെച്ചാൽ ക്യാൻസറിനെ കൊടുക്കുന്ന മരുന്നുകൾ, ട്രാൻസ്പ്ലാന്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൊടുക്കുന്ന മരുന്ന്. പിന്നെ IV ഹ്യൂമൻ ഇമ്മ്യൂണോഗ്ലോബുലിനുണ്ട്. IV ഹ്യൂമൻ ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കും. പിന്നെ തൈമസിനകത്ത് എന്തെങ്കിലും ട്യൂമർ ഉണ്ടെങ്കിൽ തൈമസ് വലുതായിട്ട്, ഹൈപ്പർപ്ലേഷ്യ എന്ന് പറഞ്ഞാൽ തൈമസ് വലുതാവുക, തൈമോമ എന്ന് പറഞ്ഞാൽ തൈമസിൻ്റെ ട്യൂമറാണ്. ഈ തൈമോമ എന്ന് പറയുന്നത് ബിനൈൻ സെല്ലിംഗ് ആണ്. പക്ഷേ അത് വേണമെങ്കിൽ ഭാവിയിൽ മാലികരുണ്ടാവാം. തൈമോമ ഉണ്ടെങ്കിൽ അതെടുത്ത് കളയാം. പിന്നെ സാധാരണ കൊടുക്കുന്ന മരുന്ന് നിയോസ്റ്റിക്മിനാണ് പ്രധാനപ്പെട്ട കൊടുക്കുന്ന മരുന്ന്. അതിൻ്റെ ഡോസ് 0.15 മില്ലിഗ്രാം ടാബ്ലറ്റാണ് കിട്ടുന്നത്. 50 മില്ലിഗ്രാം ടാബ്ലറ്റാണ് കിട്ടുന്നത്. അത് 60 to 200 മില്ലിഗ്രാം ഡെയിലിയാണ് ഡിവൈഡഡ് ഡോസിൽ. 60 ഇപ്പം അതിൻ്റെ പേഷ്യൻറ്റിൻ്റെ റെസ്പോൺസ് അനുസരിച്ച് 60 തൊട്ട് 200 മില്ലിഗ്രാം വരെ. പിന്നെ പൈറഡോസ്റ്റിക്മിൻ പറഞ്ഞ പോലത്തെ വേറെ സാധനമുണ്ട്. അത് 60 മില്ലിഗ്രാം ടാബ്ലറ്റാണ്. അത് 4 hours 4 മണിക്കൂർ ഇടവിട്ട് ഓരോ ടാബ്ലറ്റ് കൊടുക്കുക. പിന്നെ സ്റ്റീറോയിഡ്സാണ് അടുത്തത്. പ്രെഡ്നിസലോണാണ്. അതായത് സ്റ്റീറോയിഡ് എല്ലാ പേഷ്യൻറ്റിനും കൊടുക്കണ്ട. അതായത് നമ്മൾ ഈ അസറ്റൈൽ കോളിനെസ്റ്റേസ് ഡ്രഗ്സ്, നിയോസ്റ്റിക്മിൻ, പ്രോസ്റ്റിക്മിൻ പോലത്തെ മരുന്ന് കൊടുത്തിട്ട് ഏക്കുന്നില്ലെങ്കിൽ നമുക്ക് സ്റ്റീറോയിഡ്സ് കൊടുക്കും. പിന്നെ ഓക്കുലാർ സിംറ്റം, കണ്ണിൻ്റെ സിംറ്റംസ്, അതായത് ടോസിസ്, ഡിപ്ലോപ്പിയൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാം. പിന്നെ പ്രായം കൂടിയ ആണുങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം സ്റ്റീറോയിഡ്സ് 100 മില്ലിഗ്രാം ഡെയിലി. ഇനി ലാസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഇമ്മ്യൂണോ സപ്രസൻറ്റ്. നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ ചെയ്യുമ്പോൾ പേഷ്യൻ്റ് ഇമ്മ്യൂണോ സപ്രസൻറ്റ് കൊടുക്കുന്നുണ്ട്. അതായത് ഈ ആട്ടോ ആൻറ്റിബോഡീസ് നശിപ്പിക്കാൻ വേണ്ടി അസാതയോപ്രിൻ, സൈക്ലോഫോസ്ഫാമൈഡ്, സൈക്ലോസീറിൻ എന്നൊക്കെ പറയും. ഇപ്പോൾ ചില പേഷ്യൻറ്റിന് തൈമക്ടമി ചെയ്താലും ഇതുണ്ടാവണമെങ്കിൽ ഈ ഇമ്മ്യൂണോ സപ്രസൻറ്റ് കൊടുക്കും. തൈമക്ടമി ചെയ്താൽ പ്രശ്നം കൊടുക്കണം. ഇത്രയാണ് എനിക്ക് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞ് കോംപ്ലിക്കേഷൻ പറഞ്ഞു. എന്താണ് മൈസ്തീനിയ ഗ്രാവിസ് പറഞ്ഞത്? മൈസ്തീനിയ ഗ്രാവിസിൻ്റെ മസിൽ വീക്ക്നെസ് ഡ്യൂ ടു, അതായത് അസറ്റൈൽ കോളിൻ എസ്റ്ററേസിൻ്റെ റിസപ്റ്റേഴ്സിനെ നമ്മുടെ ശരീരത്തിലെ ആട്ടോ ആൻറ്റിബോഡീസ് നശിപ്പിക്കുന്നത് കൊണ്ട് നെർവ്സ് വഴിയുള്ള ആ ഇമ്പൾസ്, ബ്രെയിനിൽ നിന്ന് നെർവ്സ് വഴിയുള്ള ഇമ്പൾസ് മസിലിലോട്ട് എത്താൻ ഡിലേ വരും. ഏകദേശം 3/1 റിസപ്റ്റേഴ്സ് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് സിംറ്റംസ്. അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിയോസ്റ്റിക്മിൻ, പ്രോസ്റ്റിക്മിൻ മരുന്നാണ്. പിന്നെ തൈമക്ടമി. ഇത്രയാണ് എനിക്ക് മൈസ്തീനിയ ഗ്രാവിസിനെ പറ്റി പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഇത്രയും നേരം കേട്ടതിന് താങ്ക്സ്.